ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ചെടികൾക്കൊക്കെ നമ്മളൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനാണ് ഇന്ന് പോകുന്നത്. അത് നോക്കാം എങ്ങനെയാണെന്ന്. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഇൻഡോറിൽ വെച്ച കുറച്ച് ചെടികൾക്ക്, എല്ലാം ഇലച്ചെടികളാണ്, അതിന് നമ്മൾക്ക് കുറച്ച് വെള്ളം എങ്ങനെയാണിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഈ ഉള്ളിലിരിക്കുന്ന ചെടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഡെയിലി കൊടുക്കണമെന്നില്ല. നല്ല വേനൽക്കാലത്താണെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ ഈ ഇൻഡോർ ചെടികൾക്ക് നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് വെള്ളം കൊടുക്കാം. അപ്പം ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെള്ളം നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ചെടികളൊക്കെ നനഞ്ഞ് നല്ല ഇലകൾക്കൊക്കെ നല്ല പച്ച നിറത്തോടു കൂടി ഇരിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മളിതുപോലെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെടിക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട്. ഇപ്പം ഇത് ഒരാഴ്ച മുന്നേ ഞാനിതിനെല്ലാം വളം കൊടുത്തതാണ്. അപ്പം വളം കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ വളം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഉഷാറായിട്ട് നമ്മുടെ ചെടികളെല്ലാം വരും. അപ്പം ഈ ഇൻഡോറിലിരിക്കുന്ന ചെടിക്കെല്ലാം ഇതുപോലെ നമ്മൾ ഒരു 3 ദിവസം കൂടുമ്പോൾ, വേനൽക്കാലത്താണെങ്കിൽ, മഴക്കാലത്താണെങ്കിൽ ആ 3 ദിവസം കൂടുമ്പോൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുമല്ലോ. ഡെയിലി നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുമല്ലോ, അത് മതി. ഇതുപോലെ സ്പ്രേ ചെയ്യുന്നത് 3-4 ദിവസം കൂടുമ്പം ചെയ്ത് കൊടുക്കാം. ഇപ്പം ഈ ചെടികളൊക്കെ ഇഷ്ടം പോലെ വെള്ളത്തിലിങ്ങനെ കുളിച്ച് നിൽക്കുകയാണ്. ഈ ചെടികളൊക്കെ ഇങ്ങനെ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട്, ഇതിപ്പം മുറിക്കുള്ളിലല്ല ഞാൻ വെച്ചിരിക്കുന്നത്, ഇത് മുറ്റത്ത് തന്നെയാണ്. മുറ്റത്ത് മുകൾ ഭാഗത്ത് റൂഫുണ്ട്, ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിനടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വെയിലത്തെടുത്ത് കുറച്ച് ദിവസം നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഉണങ്ങാനും കരിയാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ഇതിപ്പം നമ്മൾ ഈ നല്ലൊരു സ്പ്രേ ഒക്കെ, ഈ വാട്ടർ സ്പ്രേ ഒക്കെ ചെയ്തതിന് ശേഷം ചെറിയ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇതെടുത്ത് പുറത്തെടുത്ത് വെയിലത്തും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചെടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് അതിരിക്കുകയും ചെയ്യും. പിന്നെ അതിൽ വേരുകൾക്കൊക്കെ കുറച്ചും കൂടെ ഉറപ്പും ബലവും ഒക്കെ കിട്ടുകയും ചെയ്യും. അത് സമയം പോലെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ ദിവസവും വയ്ക്കണമെന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് കുറച്ച് നേരം ഒരു 2 മണിക്കൂറോ 1 മണിക്കൂറോ വലിയ വെയിലത്ത് എടുത്ത് വയ്ക്കരുത്. അതായത് രാവിലെയൊക്കെ നമുക്ക് എടുത്തതൊക്കെ ഒന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഇതുപോലെ സ്പ്രേ ഒക്കെ ചെയ്തതിന് ശേഷം. അല്ലെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് നമ്മൾ അകത്തെടുത്ത് വയ്ക്കുമ്പോൾ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇൻഡോർ ചെടികൾക്കൊക്കെ നമ്മളൊരു വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും പുറത്തിരിക്കുന്ന ചെടികൾക്കും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പുറത്തിരിക്കുന്ന ചെടികൾക്ക് ഇത് ഡെയിലി ചെയ്ത് കൊടുത്താലും വളരെ നല്ലതാണ്. വേനൽക്കാലത്ത്, മഴക്കാലത്ത് ചെയ്ത് കൊടുക്കണമെന്നില്ല. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ 2-3 ദിവസമായി മഴ പെയ്തിട്ട്, അപ്പോഴേക്കും ചെടികൾക്കൊക്കെ ഒരു വാട്ടമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇത് രാവിലെ ഇപ്പം ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് കൊടുത്തു, അതിന് ശേഷം ഒന്നും കൂടെ ചെയ്യുകയാണ്. അപ്പം പെട്ടെന്ന് ചെടികളൊക്കെ വാടാതെ നല്ല രീതിയിൽ തന്നെ ഇത് നിൽക്കുന്നതായിരിക്കും. നമ്മൾ ഇതുപോലെ വാട്ടറിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു വളം ഒക്കെ ഇതിന് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. നമ്മൾ ഇത് ചെടികൾക്ക് വളം ചെയ്യുമ്പോൾ ഒന്നുകിൽ അതായത് മഴക്കാലത്ത്, മഴ നന്നായിട്ടുള്ള സമയത്ത് വേണം നമുക്ക് ചെടികൾക്ക് വളമിട്ട് കൊടുക്കാൻ. ഇപ്പം ഞാൻ ഒരാഴ്ച മുന്നേയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് എല്ലാ ചെടികൾക്കും വളമിട്ട് കൊടുത്തു. വളമിട്ട് കൊടുത്തതിന് ശേഷം ഡെയിലി വെള്ളം ഒഴിക്കണം കേട്ടോ. വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡെയിലി നമ്മൾ വെള്ളം ഒഴിക്കണം. അതിന് ശേഷം ആണ് എനിക്ക് തോന്നിയത് ഇതുപോലെയൊന്ന്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ മഴയില്ല. അപ്പോൾ മഴയില്ലാതായപ്പോഴത്തേക്ക് ചെടികൾക്കൊക്കെ ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. വെള്ളം ഇഷ്ടം പോലെ വീട്ടിലുള്ളവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ചെടികൾ കാണാൻ നമുക്ക് തന്നെ ഭയങ്കര ഇഷ്ടം തോന്നും. ചെടികൾക്കൊക്കെ നല്ല പച്ചപ്പായിരിക്കും. ഇവിടെ ഈ പൂവുള്ള ചെടികൾ, അതിനുമൊക്കെ നമ്മളിതുപോലെ വെള്ളം, ഈ ചെടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ വാടുന്നതാണ് ഈ ഇത്തരം പൂക്കളുള്ള ചെടികളെ. അപ്പോൾ നമ്മൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇതിനെല്ലാം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതാണ് ഈ ചെടികൾക്കെല്ലാം. അത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഹാങ്ങിങ് ചെയ്തിരിക്കുന്ന ചെടികൾക്കും
എല്ലാം നമ്മൾ ഒന്ന് രാവിലെ മുതലേ ഞാൻ എല്ലാത്തിനും ഒഴിച്ച് കൊടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നിൽക്കുന്ന ചെടികളാണിതെല്ലാം. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒന്നുകിൽ രാവിലെ വെയിലൊക്കെ ആകുന്നതിന് മുമ്പായിട്ട് തന്നെ വേണം നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ കഠിനമായ വെയിൽ വരുമ്പം അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ ഇലകളും തണ്ടുകളും വേരുകളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം പിന്നീട് ആ കഠിനമായ വെയിൽ വരുമ്പോഴത്തേക്ക് ഇത് താങ്ങാനുള്ള, ആ വെയിലിനെ താങ്ങാനുള്ള ഒരു ശക്തി നമ്മളുടെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. രാവിലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ, രാവിലെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടൊന്നും കൂടെ ഒഴിക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. കാരണം രാവിലെ നമ്മൾ അതികഠിനമായ വെയിൽ വരുന്നതിന് മുമ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് വെയിലിനെ താങ്ങാനുള്ള ഒരു ശക്തി കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം നമുക്ക് വൈകിട്ട് വലിയ രീതിയിലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട, അപ്പോൾ ചെറിയ രീതിയിലൊന്ന് വെള്ളം ഒഴിച്ച് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ വളപ്രയോഗവും നമ്മൾ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ചെടിയെല്ലാം വെള്ളം ആവശ്യത്തിന് കിട്ടിയതിന് ശേഷം സന്തോഷത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. അപ്പം നിങ്ങൾ എൻ്റെ ചെടികളൊക്കെ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യണം. ഇനിയിപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കും ബൈ.